ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഹുവാനെ ആയിരിക്കും വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഹുവാനയുടെ പാരന്റ്സ് അങ്ങനെ ഡോറ് തുറന്നു നോക്കും. അവിടെയാണെങ്കിലോ വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ വന്നതാണ്. അതും ഹുവാന പറഞ്ഞയച്ച ആളുകളാണ്. ഇത് കേൾക്കുമ്പോൾ ഹുവാനയുടെ അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഹുവാന തന്നെ ഇവിടെ ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ആരുടെയും സർവീസും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞ അതേ ടൈം ഷാവിനെ കാണിക്കാണ്. ഡെലിവറി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സീ അങ്ങോട്ടേക്ക് വരും. സീനെ കാണുമ്പോൾ തന്നെ ഷാവ് ഒളിയാനായിട്ടൊക്കെ നോക്കും. സീ ആണെങ്കിലും ഓടി വന്ന് ഷാവിനെയും പിടിച്ചുകൊണ്ട് പോകും. ഇന്ന് എന്തായാലും ഇവൻ ഡെലിവറി എടുക്കാനൊന്നും വരില്ല, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് ഷാവിനെയും കൂട്ടി ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ചെല്ലും. ഉണ്ടായിരുന്ന ഒരു ജോലി പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള ജോലിയാണോ ചെയ്യാൻ നിൽക്കുന്നത്? എന്തായാലും നിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരു ജോബ് അന്വേഷിക്കണ്ടേ? എന്തായാലും വാ, നിനക്ക് വേണ്ടിയിട്ടേ ഞാനൊരു ഡ്രസ്സ് എടുത്ത് തരാം, ഇതെന്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. വേണ്ട സി, എനിക്കിതൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഷാവ് പോവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ജി ആണെങ്കിലോ വിടാണ്ട് ഒരു സൂട്ടും കോട്ടും ഷാവിനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കും. അങ്ങനെ ഷാവ് ആ ഡ്രസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ഇപ്പോഴാണ് നിന്നെ കാണാനായിട്ട് സുന്ദരനായിട്ടുള്ളത്, ഒരു രക്ഷയില്ല. എന്തായാലും ഹെയർ ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ജി അടുത്ത് നിന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവളിങ്ങനെ അടുത്ത് നിൽക്കും തോറും ഷാവ് അല്ലാണ്ട് നെർവസ് ആയിട്ട് വിയർത്ത് കൊട്ടാനായിട്ട് തുടങ്ങും. എന്താണ് നിനക്ക് പറ്റിയത്? നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ, ഈ കോട്ട് കൊള്ളില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാൻ പറയും. ഏയ് കുഴപ്പമില്ല സി, എനിക്ക് ജസ്റ്റ് ഒന്ന് ചൂടെടുത്തു, അതുകൊണ്ടാണ്, വേറൊരു കുഴപ്പമില്ല എന്ന് പറയും. ആ, എന്തായാലും നിന്നെ ഈ ഡ്രസ്സിൽ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അടുത്ത ഇന്റർവ്യൂ വരുമ്പോ നീ ഈ ഡ്രസ്സ് വേണം ഇട്ടുകൊണ്ട് പോവാനായിട്ട്, ഇതെന്റെ ഗിഫ്റ്റ് ആണെന്ന് പറയും. അപ്പൊ തന്നെ ഷാവിന് ഹാപ്പി ആയിട്ട്, നീ ഈ ഗിഫ്റ്റ് എനിക്ക് തന്നില്ലേ, അതിന് പകരമായിട്ട് ഞാൻ നിനക്കൊരു കോഫി വാങ്ങി തരാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം ഹുവാനിനെ കാണിക്കാണ്. വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫാദറിന്റെ സെക്രട്ടറി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. അതിന്റെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് ഹുവാനയുടെ കയ്യിലേക്ക് കൊടുക്കും. നിനക്ക് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എന്ന് എന്നെ ചോദിക്കും. എനിക്ക് എന്ത് തോന്നാനാണ്, ഞാൻ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടാറില്ല എന്ന് പറയും. ആ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു. ലിയാങ്ങിന്റെ ഫാദർ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോക്ക് വന്ന് വീണ്ടും വീണു. ഇനി എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല, ജീവിതാവസാനം വരെ കിടന്ന കിടപ്പ് ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ നാട്ടിലേക്കാണ് പോകുന്നത്. കുറച്ചു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന, അപ്പൊ നിന്റെ കുട്ടിയോ എന്ന് ഇങ്ങനെ ചോദിക്കും. കുട്ടിയോ? കുട്ടിയില്ല, ഒന്നുമില്ല. ജസ്റ്റ് അയാളുടെ അടുത്ത് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കള്ളം പറഞ്ഞതാണ്. എന്തായാലും ഇനി എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. നീ എപ്പോഴും എന്നെ കാണുമ്പോ പറയില്ലേ നേരായ വഴിയിലൂടെ പോവാനായിട്ട്. ഇനി ഞാൻ എന്തായാലും നേരായ വഴിയിലൂടെ പോവാനായിട്ട് തീരുമാനിച്ചു. ഇനി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ ടൈം ഷാവും സിയും കൂടി നേരെ കോഫി ഷോപ്പിലേക്ക് പോകും. ഷാവ് ഒരു കോഫിയുമായിട്ട് വരുമ്പോഴേക്കും സി ആണെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഷാവിന് കാണിച്ചു കൊടുക്കും. ഒരു ക്യൂട്ട് പയ്യൻ സൂട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, അതിൽ വെക്കുന്ന പിന്ന് ഡിസൈൻ ചെയ്താൽ എന്താണെന്ന്. ആ ഒരു ഡിസൈനാണിത്. ഇത് നല്ല രീതിക്ക് വിറ്റ് പോവുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇതിന്റെ കമ്മീഷൻ തരാം. എന്തായാലും നീയാണല്ലോ ഇതിന്റെ ഇൻസ്പിറേഷൻ എന്നിങ്ങനെ പറയും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷാവിന്റെ ഒരു സീനിയറിനെ കാണുന്നത്. നേരത്തെ ഒരു കമ്പനിയിൽ ജോലി വാങ്ങി കൊടുത്തില്ലേ, ആ ഒരു സീനിയർ. അങ്ങനെ പുള്ളിക്കാരൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. നീ എന്തായാലും ആ ഒരു കമ്പനിയിൽ നിന്ന് ജോലി ഇട്ടിട്ട് പോയത് നന്നായി. ഇപ്പൊ തന്നെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. MDക്ക് സ്ട്രോക്ക് വന്നു, ജീവിതകാലം മുഴുവനും ഇനി കിടന്ന കിടപ്പായിരിക്കും എന്നാ പറയുന്നത്. പുള്ളിയുടെ മോനില്ലേ ലിയാങ്, അവനാണെങ്കിൽ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാണ്ട് വീട്ടിൽ കയറിയിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ആ കമ്പനിയുടെ അവകാശി ലിയാങ്ങിന്റെ അമ്മയാണ്. അവരാണെങ്കിലോ MDനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇനി എങ്ങാനും ഡിവോഴ്സ് ചെയ്ത കമ്പനിയൊക്കെ എന്താകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ലിയാങ്ങിന്റെ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചോണ്ടിരിക്കും. അതേ ടൈം ഹുവാനെ കാണിക്കാണ്. ഹുവാന നടന്നു പോകുമ്പോ പുറകെ ഹീയും മിങ്ങും നടന്നു വരുന്നുണ്ട്, അതും വലിയൊരു ഫ്ലവർ ബൊക്കെയൊക്കെ എടുത്ത്. അങ്ങനെ ഹീ ഹുവാനെ വിളിക്കും. എന്താണിത്, വലിയൊരു ബൊക്കെയൊക്കെ കയ്യിലിരിപ്പുണ്ടല്ലോ, ഏത് പെൺകുട്ടിക്ക് കൊടുക്കാനാണെന്ന് ഹീയുടെ അടുത്ത് ആദ്യം ചോദിക്കും. അതിനുശേഷം ഇങ്ങനെ നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിക്കാരനാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് സർവീസ് വേണം വേണം, നീ നേരത്തെ എൻ്റെ അടുത്ത് വെള്ളം റൂമിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ആ ഒരു വെള്ളം എനിക്ക് വേണമെന്ന് പറയും. ഓക്കെ കൊണ്ടുവരാന്ന് ഇങ്ങനെ പറയും. എന്തായാലും ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയാണെങ്കിലും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഈ ലോകത്ത് ബ്ലാക്ക് കളർ അല്ലാണ്ട് വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തൂടെ? എപ്പോഴും എന്താണ് ഈ ബ്ലാക്ക് കളർ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? എന്തായാലും നിങ്ങളേലും ഭേദം നിങ്ങളുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കളിയാക്കി വിടും. ആ ടൈമിനാണ് സിയുടെ അടുത്ത് നിന്നും കോള് വരുന്നത്. എന്തായാലും നീ ഡിന്നറിനായിട്ട് വാ, ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ഈ ഒരു റെസ്റ്റോറന്റിൽ ഉണ്ടെന്ന് പറയും. ഓക്കെ ഞാൻ വരാന്നും പറഞ്ഞ് പുള്ളിക്കാരിയാണെങ്കിൽ കോളും കട്ട് ചെയ്ത്, നിങ്ങൾക്ക് വേറെ സർവീസ് ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണെന്ന്
ആണെന്നും പറഞ്ഞിട്ട് ഹുവാന അവിടെ നിന്ന് പോകും. ഹലോ സാർ, ഹുവാന നിങ്ങളെ ഡിന്നറിന് ക്ഷണിക്കുമെന്ന് വിചാരിച്ചാണോ വിളിച്ചോണ്ടിരുന്നേച്ചത്? എന്തായാലും അവള് വിളിച്ചില്ലല്ലോ. നിങ്ങളെ ആ ഒരു ചിംഗ്ലി ഹോട്ടല് എങ്ങനെയെങ്കിലും കൈപ്പറ്റാനായിട്ട് നോക്ക്. അതിന് ഗ്രാൻഡ് മേയുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാ ഹുവാനെങ്കിലും കൂട്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നോക്കിക്കൂടെ? പക്ഷെ അവളുടെ അടുത്ത് മിണ്ടുന്നില്ല. ഇപ്പൊ ദേ ഈ ബൊക്കെ പോലും അവൾക്ക് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്നത്. ദേ അവള് അതുപോലും മൈൻഡ് ചെയ്യാണ്ട് പോയിരിക്കുന്നു. നിങ്ങൾ ശരിക്കും വേസ്റ്റ് ആണെന്ന് പറയും. എന്തായാലും എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഹുവാനക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പോകുന്നില്ലേ, അതും പറഞ്ഞൊന്ന് അപ്രോച്ച് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞത് ശരിക്കും 100% കറക്റ്റ് ആണെന്ന് നിങ്ങളിങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹുവാന പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്ത് വേറെ കളറൊന്നും കിട്ടിയില്ലേ? ഈ കളർ കണ്ട് കണ്ട് എനിക്കും ബോറടിച്ചോന്നും പറഞ്ഞ് മിങ്ങിനെയും കളിയാക്കി ഹീ നടന്നു പോകും. എന്തായാലും ഇവന് ഇത്തിരി കൂടുന്നുണ്ടെന്നും പറഞ്ഞ് മിങ്ങും പുറകെ വെച്ച് പിടിക്കും. അതേ ടൈം ഹുവാനയും സിയുടെ കൂടെ പോയി ജോയിൻ ചെയ്യും. 3 പേരും കൂടി ഓരോ ബിയറൊക്കെ കഴിച്ച് ലിയാങ്ങിന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് മിങ്ങും ഹീയും കൂടി ആ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി വരുന്നത്. നമ്മുടെ മിങ്ങാണെങ്കിലോ കറുപ്പൊക്കെ മാറ്റിയിട്ട് വേറൊരു കളറ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഹുവാനയാണെങ്കിലോ ഞാൻ അതിന് അധികം കുടിച്ചോ, എന്റെ കണ്ണ് മങ്ങുന്ന പോലെയുണ്ട്, ദേ മിങ്ങ് വേറെ ഏതോ കളറ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നേക്കുന്നു എന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും അതിന് എന്റെ കയ്യില് സൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് നീ വിചാരിച്ചോ? എന്റെ കയ്യില് വേറെ കളേഴ്സ് ഉള്ള ഒരുപാട് ടീഷർട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വേറെ ചെയറൊന്നും കാലിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ആ ഓക്കെ എന്ന് ഇവരും പറയും. അങ്ങനെ മിങ്ങൊക്കെ ഇരിക്കുമ്പോ ഒരു ബിയർ ബോട്ടില് മിങ്ങിനായിട്ട് കൊടുക്കും. വേണ്ട വേണ്ട, ഈ ബിയർ ഒന്നും മിങ്ങിന് കുടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കുപ്പി ബിയറൊക്കെ കുടിക്കാന്ന് പറഞ്ഞ് ആ ഒരു ബിയർ ബോട്ടിലൊക്കെ വാങ്ങി വെക്കും. അതേ ടൈം ഹീ ആണെങ്കിലോ സീനെ കണ്ടിട്ട് അയ്യോ ഹുവാനക്ക് ഇത്രയും ഭംഗിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ, നിന്റെ നമ്പർ തരുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്ന് പറയും. അപ്പൊ തന്നെ ഷാവ് ഇടയ്ക്ക് കയറിയിട്ട് അവളുടെ ഫോണിൽ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുവാണ്. എന്റെ ഫോണുണ്ട്, എന്റെ നമ്പർ വേണമെങ്കിൽ തരാന്ന് പറയും. അയ്യോ ഓൾറെഡി എനിക്ക് ഒരുപാട് അനിയന്മാരുണ്ട്, ഇനി എക്സ്ട്രാ ഒരു അനിയനെയും കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഹുവാനയുടെ കൂടെ മിങ്ങും ഗ്രാൻഡ്മേനെ കാണാനായിട്ട് പോകും. നടക്കുമ്പോ പോലും ഹുവാനയാണെങ്കിലോ ഗ്രാൻഡ്മയുടെ കൂടെയുള്ള സ്റ്റേ എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. നിന്നെ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ടാലും അവിടെ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി അവിടെ സ്റ്റേ ചെയ്യാനായിട്ടേ നീ തീരുമാനിക്കുള്ളൂ. അതെനിക്കറിയാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മുടെ ഹോട്ടലിന്റെ സൈഡിൽ തന്നെ പുതിയൊരു അപ്പാർട്ട്മെന്റ് പണിയുന്നുണ്ട്, അതിലേക്ക് നിന്നെ ഇൻചാർജ് ആയിട്ട് എടുക്കാനായിട്ടാണ് പ്ലാൻ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനോ ഒന്ന് ഷോക്കാകും. അതിനുശേഷം അല്ല നീയാണോ എന്നെ റെക്കമെൻഡ് ചെയ്തത്? നീ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചു കാണും. എന്റെ കുടുംബത്തിൽ നിന്നോ വേറെ എന്തെങ്കിലും നിനക്ക് വേണമെന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അതിനുശേഷം ഒന്ന് ആലോചിച്ചിട്ട് എന്റെ കുടുംബത്തിൽ അതിന് എന്തായിരിക്കുന്നത്, അല്ല വേറെ എന്തോ ഉണ്ടെന്നറിയും. ആദ്യം നീ ഈ ഡ്രാമ കാണുന്നതൊക്കെ നിർത്താൻ നോക്ക്. നീ നല്ലൊരു ആക്ട്രസിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാന്നും പറഞ്ഞിട്ട് മിങ് ഹുവാനെ കളിയാക്കി മുന്നോട്ട് നടക്കും. അങ്ങനെയൊന്നും അല്ലാന്നും പറഞ്ഞ് ഹുവാനയും മിങ്ങിന്റെ പുറകെ വെച്ച് പിടിക്കും. അങ്ങനെ ദിവസങ്ങളും കടന്നു പോകും. ഹുവാന നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ പേരും പ്രശസ്തിയൊക്കെ ഓരോ ദിവസം കൂടുന്തോറും ഉയർന്നു വരും. അതേ ടൈം ഷാവു ആണെങ്കിലോ രാവിലെ ഡെലിവറി ബോയ് ആയിട്ടും ഈവനിങ് ഒരു ലോയറിന്റെ അസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. മിങ് ഇതുവരേക്കും ആ ഒരു ഷിംഗ്ലി ഹോട്ടലിന്റെ കാര്യം ഗ്രാൻഡ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അതേ ടൈം ഹുവാനയുടെ അമ്മ ഹുവാന വരാത്തതിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഒരു ദിവസം മൊമോസ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ഡിഷ് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവൾ എന്റെ അടുത്തില്ലല്ലോ എന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്യും. ഈ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് ഹുവാനയുടെ അച്ഛൻ നേരെ ഹുവാനെ കാണാനായിട്ട് ചെല്ലും. നിന്റെ തിങ്സ് ഒക്കെ നിനക്ക് എടുത്തുകൊണ്ട് വരണമല്ലോ മോളെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന കുറച്ച് ക്യാഷ് എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കും. ഈ മാസം എനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറയും. വേണ്ട മോളെ, എന്തായാലും ഈ ക്യാഷ് വേണ്ട, നിനക്കും ചിലവുള്ളതല്ലേ, എനിക്കും അമ്മയ്ക്കും ഉള്ളത് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നീ തന്നെ ഇതെടുത്തോന്ന് പറയും. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? വേറൊരാളെ പോലെയാണല്ലോ നിങ്ങളിപ്പോ എന്നെ കാണുന്നത്. ഞാൻ അവിടെ നിന്ന് മാറി താമസിച്ചാലും എന്റെ കുടുംബം അതെന്റെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും വിട്ടു നിൽക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന് പറയും. വേറൊന്നും പറയാനായിട്ട് അച്ഛനും പറ്റുന്നില്ല. എന്തായാലും നീ മൊമ്മോസ് കഴിക്ക്, ഇത് തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞ് ആ മൊമ്മോസ് ഹുവാനയുടെ കയ്യിൽ കൊടുത്തിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ വർക്കെല്ലാം കഴിയുമ്പോൾ ആ മൊമ്മോസുമായിട്ട് നേരെ സിയുടെ വീട്ടിലേക്ക് ചെല്ലും. അത് കഴിച്ചുകൊണ്ട് തന്നെ വല്ലാണ്ട് ഫീൽ ചെയ്ത് ഇത് കണ്ടോ, ഇത്ര ദിവസമായി എന്റെ അമ്മയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ടെന്ന് പറയും. ആടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സിറ്റുവേഷൻ, എന്നാലും നിന്റെ അമ്മ നിന്നോട് ചെയ്തത് ഇത്തിരി ഓവറല്ലേ? അപ്പോ അതെല്ലാം മറന്ന് നീ വീട്ടിലേക്ക് പോയാൽ ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അമ്മക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവില്ല, അതുകൊണ്ട്
നീ കുറച്ച് ദിവസം കൂടി ഹാർഷായിട്ട് തന്നെ നിൽക്കണമെന്ന് പറയും. ആടി ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് ഹുവാനയും പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് സിയുടെ കടയിലേക്ക് ഒരാൾ കയറി വരുന്നത്. അവിടെയുള്ള സെയിൽസ് ഗേളും സാർ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് സീനെ കാണണം, അവളുടെ എക്സ് ഹസ്ബൻഡാണ് ഞാനെന്ന് പറയും. ആ ടൈമിന് സീ പുറത്തേക്ക് ഇറങ്ങി വരും. നിനക്ക് എന്താടാ വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊന്നും വേണ്ട, എന്റെ ഡിസൈനൊക്കെ കോപ്പി അടിച്ചല്ലേ നീ ഇവിടെ സെയിൽ ചെയ്യുന്നത്, അത് പറയാനായിട്ട് വന്നേന്ന് പറയും. എന്ത്, നിന്റെ ഡിസൈൻ ഞാൻ കോപ്പി അടിച്ചെന്നോ? എന്റെ ഡിസൈൻ കോപ്പി അടിച്ചല്ലേ നീ ഇത്രക്കും ഫേമസ് ആയത്, അത് നീ മറന്നു പോകരുതെന്ന് പറയും. എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു നോട്ടീസ് തന്നിട്ട് പോവാനായിട്ടാണ്, എന്തായാലും ഇത് പിടിച്ചോന്നും പറഞ്ഞ് ഒരു നോട്ടീസും കൊടുത്ത് പുള്ളിക്കാരനെ ഇറങ്ങി പോകും. അപ്പൊ തന്നെ സിയെ ആ നോട്ടീസ് എടുത്ത് നോക്കും. അയാളുടെ ഡിസൈൻ സി കോപ്പി അടിച്ചിരിക്കുവാണെന്നും പറഞ്ഞിട്ട് സിയുടെ മേത്ത് അയാളിപ്പോ ഒരു കേസ് കൊടുത്തേക്കുവാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ സിക്കും വല്ലാണ്ട് ടെൻഷൻ ആകും. എന്റെ ഡിസൈൻ എല്ലാം കോപ്പി അടിച്ചിട്ട് ഇപ്പോ അവന്റെ ഡിസൈൻ ഞാൻ കോപ്പി അടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവന്റെ കേസ് കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്ത് നിൽക്കും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഷാവിനെ വിളിച്ചു വരുത്തി ആ ഒരു ലീഗൽ നോട്ടീസ് കാണിച്ചു കൊടുക്കും. എന്തായാലും നീ പേടിക്കണ്ട, നമുക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം. കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും, ഒരു ആർട്ട് സംബന്ധിച്ച കാര്യമല്ലേ, നിനക്ക് വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കാം, നിനക്കൊരു പ്രോബ്ലവും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊരു കഷ്ടവും ഇല്ല, നീ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഒരു സൂട്ട് ഞാൻ നിനക്ക് വാങ്ങി തന്നില്ലേ, അത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ, ബാക്കിയുള്ള കാര്യങ്ങള് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, എനിക്ക് നിന്നെ മുഴുവനായിട്ടും വിശ്വാസം എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും ഞാൻ എല്ലാ കാര്യവും ചെക്ക് ചെയ്തു, നിന്റെ ഡിസൈൻസ് ഒക്കെ കോപ്പി അടിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളും മേക്ക് ചെയ്യുന്നത്, അതിൽ സങ്കടപ്പെട്ടല്ലേ നീ അവനെ ഡിവോഴ്സ് ചെയ്തു പോയത്, എനിക്ക് എല്ലാം മനസ്സിലായി. അവൻ നിന്റെ സെയിം ഡിസൈൻസ് ഒക്കെ വിൽക്കുന്നുണ്ട്, അതും നീ വിൽക്കുന്നതിനേലും അധിക ക്യാഷിന്. എന്തൊക്കെ വന്നാലും ഒരുപാട് സെയിലും അവന് നടക്കുന്നുണ്ട്, കാരണം വേറൊന്നുമല്ല, അവൻ നല്ല ഫേമസ് ആണ്. എന്തായാലും നിന്നെ ഫേമസ് ആക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം, നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാന്ന് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ ജീക്കും ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ 3 പേരും കൂടി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നൈറ്റ് ഹുവാനെ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഗ്രാൻഡ്മ എഴുന്നേൽക്കും. അയ്യോ ഗ്രാൻഡ്മ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് അതൊന്നും കുഴപ്പമില്ല, വയസ്സാകുമ്പോ ഉറക്കം വരാണ്ടിരിക്കുന്നതൊക്കെ സഹജമാണ്, നീ ഈ പ്രായത്തിലേക്ക് എത്തുമ്പോഴേ അതൊക്കെ മനസ്സിലാകുള്ളൂ, അല്ല നീ ഇപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് സീന ഹെൽപ്പ് ചെയ്യണം, അവളെ എങ്ങനെയെങ്കിലും എനിക്ക് ഫേമസ് ആക്കണം, അതിനു വേണ്ടിയിട്ട് ഐഡിയ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തായാലും ഗ്രാൻഡ്മ എണ്ണീട്ടില്ലേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് സിയുടെ എല്ലാ ഡിസൈൻസും ഗ്രാൻഡ്മക്കായിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ നൈറ്റ് മൊത്തം രണ്ടുപേരും കൂടി കുത്തിയിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. രാവിലെ തന്നെ മിങ് ഗ്രാൻഡ്മനെ കാണാനായിട്ട് വരും. രാത്രി ഒരുപാട് വൈകിയാണ് ഹുവാന ഉറങ്ങിയത്, അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഇത് കാണുമ്പോൾ മിങ് അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് ഹുവാനയുടെ 2-3 ഫോട്ടോസ് അങ്ങോട്ട് എടുക്കും. ഫോട്ടോ എടുക്കുന്ന ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോ ഹുവാന ചാടി എഴുന്നേൽക്കും. മിങ് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, എന്റെ ഫോട്ടോസ് എടുക്കുന്നു, എന്തായാലും ഭയങ്കര ബോറായിരിക്കും, അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയെന്ന് പറയും. ഇല്ല ഡിലീറ്റ് ചെയ്ത് കളയില്ല, നല്ല ക്യൂട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയില്ല എന്ന് പറയും. ഓഹോ അങ്ങനെയാണോന്നും പറഞ്ഞിട്ട് ഹുവാനയും മിങ്ങിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. അയ്യേ ഇത് എന്ത് ഫോട്ടോയാണ്, നിന്റെ എന്ത് നല്ല ക്യൂട്ട് ഫോട്ടോയാണ് ഞാൻ എടുത്തു വെച്ചത്, നീ അപ്പൊ ഒട്ടും കൊള്ളൂല്ലാത്ത എന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു, എന്തായാലും നീ അതങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി തല്ലു പിടിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ഗ്രാൻഡ്മയും അകത്തേക്ക് കയറി വന്ന് എന്താണിത്, ചെറിയ കുട്ടികളെ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചോണ്ടിരിക്കുന്നു. അല്ല ഹുവാന, നിനക്ക് ജ്വല്ലറി ബിസിനസ്സിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, മിങ് ഒരു ബിസിനസ് മാൻ അല്ലേ, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് ചോദിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും എന്താ നിനക്ക് ഡൗട്ട് എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കും. ഹുവാന ഒരുപാട് പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം മിങ്ങും വായിച്ചു നോക്കും. എന്തായാലും നിനക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, നിന്റെ ഐഡിയ ഒക്കെ സൂപ്പറാണ്, പിന്നെ എനിക്കൊരു ഹോട്ടലില്ലേ ബെർമിസെല്ലി, അത് വേണമെങ്കിൽ നീ യൂസ് ചെയ്തോന്ന് അറിയും, അതിന് എനിക്ക് ചാൻസ് കിട്ടുമോ എന്ന് ഹുവാനയും ചോദിക്കും. ചാൻസ് കിട്ടും, നിനക്ക് അത്രക്ക് കഴിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അത് യൂസ് ചെയ്തോന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്ക് ഒരുപാട് ഹാപ്പി ആകും. ഞാൻ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി ചെയ്യട്ടെ, ഇവിടുത്തെ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് സാവധാനം പോയാൽ മതി എന്നും പറഞ്ഞ് ഹുവാന ബായ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നോടും. അങ്ങനെ മിങ്ങും ഫുഡെല്ലാം കഴിച്ച് ഗ്രാൻഡ്മക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങും. മിങ് എത്തുന്നതിന് മുമ്പ് ഷാന മാഡം ഗ്രാൻഡ്മിനെ കാണാനായിട്ട് ചെല്ലും. ഷിംഗ്ലി ഹോട്ടല് മിങ്ങിനായിട്ട് നിങ്ങൾ കൊടുക്കണം, അവൻ ആ ഹോട്ടലിൽ ഒരുപാട് വർക്കുണ്ട്, അത് കൈപ്പറ്റിയാൽ മാത്രമേ അവന് പ്രൊമോഷൻ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് മിങ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും വരുന്നേന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഗ്രാൻഡ്മക്കും അല്ലാത്ത സങ്കടം വരും. ചത്തുപോകുമ്പോ ഈ സ്വത്തൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, അതുമല്ലാണ്ട് ഷിംഗ്ലി ഹോട്ടലിന്റെ കാര്യം മിങ്ങിന്റെ അടുത്ത് ഇതുവരെയായിട്ടും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. ഇത് കേട്ടുകൊണ്ടാണ് മിങ്ങും അകത്തേക്ക് കയറി വരുന്നത്. ആകെ ടെൻഷനായിട്ട് ഗ്രാൻഡ്മ എനിക്ക് ഷാന മാഡത്തിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഷാന മാഡത്തിനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് പോകും. നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഓവറായിട്ടാണ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. വിശ്വാസത്തിന്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല, നീ ഈ ഷിംഗ്ലി ഹോട്ടലിൽ കൈപ്പറ്റാൻ വേണ്ടിയിട്ടല്ലേ ഗ്രാൻഡ്മയുടെ പുറകെ ചുറ്റിക്കറങ്ങി നടന്നത്, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നിനക്ക് കാര്യങ്ങൾ ചോദിച്ചൂടെ, ഇനിയും വൈകി കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആകും, അതുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് ഞാൻ വെച്ചെന്ന് അറിയും. ഇത് കേട്ട് വല്ലാണ്ട് ഫീൽ ചെയ്ത് ഗ്രാൻഡ്മ എന്നെ തെറ്റിദ്ധരിച്ചു കാണുമെന്നും പറഞ്ഞ് ഗ്രാൻഡ്മനെ കാണാനായിട്ട് ചെല്ലും. റൂമിലെങ്ങും ഗ്രാൻഡ്മനെ കാണുന്നില്ല. നോക്കുമ്പോ ഗ്രാൻഡ്മ ബാത്റൂമില് ബോധം കെട്ട് കിടക്കുവാണ്. അങ്ങനെ തന്നെ മിങ്ങോടി ചെന്ന് ഗ്രാൻഡ്മ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം സീയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാം എക്സ് ഹസ്ബൻഡിന്റെ പണിയാണ്. അതുമല്ലാണ്ട് റേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം കൂടി ആവുമ്പോ സീക്ക് വല്ലാത്ത ടെൻഷൻ ആകും. നമുക്ക് എങ്ങനെയെങ്കിലും ഇതും പറഞ്ഞ് അവനെതിരെ ഒരു കേസ് കൊടുക്കാന്ന് പറയും. കേസ് കൊടുക്കുക ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പുള്ളിക്കാരൻ നല്ല ഫേമസ് അല്ലേ. ഇപ്പൊ നമ്മൾ ഇതും പറഞ്ഞ് കേസ് കൊടുത്താ അസൂയ കാരണം കൊടുക്കുന്നതാണെന്നേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഹുവാനക്ക് മിങ്ങിന്റെ അടുത്ത് നിന്നും കോള് വരുന്നത്. ഗ്രാൻഡ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹുവാനയും ഷാവും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. പോകുന്ന പോക്കില് ഹുവാനയുടെ കാലൊക്കെ ഒന്ന് മുട്ടി ഇപ്പൊ ഞൊണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നത്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.